ദൈവനാമത്തിന് മഹത്വം. ഡോക്ടർ ജെ ഓട്ടിസ് യോഡറിൻ്റെ പ്രത്യാശയുടെ ദൂതന്മാർ എന്ന ഈ പോഡ്കാസ്റ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സന്ദേശം നിങ്ങൾക്കായി ഭാഷാന്തരം ചെയ്തത് പാസ്റ്റർ ജെയ്സൺ തോമസ് ആണ്. ഈ ഒന്നാമത്തെ സന്ദേശത്തിൻ്റെ പേര് ലോഗോസ് ആകുന്ന ദൈവം അഥവാ വചനം എന്നാണ്. പ്രിയരെ, ദൈവം എന്ന ആശയം പലരെയും ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നസറത്തിലെ യേശു എന്ന വ്യക്തിത്വത്തിൽ ദൈവം മനുഷ്യനായി തീർന്നു എന്ന വസ്തുത. ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു യഹൂദ സ്നേഹിതനോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് വളരെ ചിന്തനീയമായ ഒരു ചോദ്യം ഉന്നയിച്ചു. അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ചോദ്യം ഉന്നയിച്ചതെന്ന് എനിക്ക് നന്നായി മനസ്സിലാകും. മറ്റൊരു യഹൂദന് എങ്ങനെ ദൈവമാകാൻ കഴിയുമെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. ശരി, എനിക്കും കഴിയുന്നില്ല. പക്ഷേ അതല്ല പ്രശ്നമോ ചോദ്യമോ. ഒരു മനുഷ്യന് എങ്ങനെ ദൈവമാകാൻ കഴിയും എന്നതല്ല, മറിച്ച് ദൈവത്തിന് മനുഷ്യനാകാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. അതാണ് നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യവും. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് അവകാശമുണ്ട്. ലോഗോസ് അഥവാ വചനം ആരാണ്? വചനം എവിടെ നിന്ന് വന്നു? വചനം എന്താണ് ചെയ്യുന്നത്? ഇത്രമാത്രം ആശയക്കുഴപ്പമുണ്ടാക്കുന്ന മറ്റു ചോദ്യങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയ സ്നേഹിത, ഈ ലോകത്ത് നമുക്ക് നമ്മുടേതായ വഴി കണ്ടെത്തുവാൻ കഴിയണമെങ്കിൽ നാം ദൈവത്തിൽ തന്നെ ആരംഭിക്കേണ്ടതെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ സ്നേഹിത, ബൈബിൾ വിശ്വസിക്കാതിരിക്കുന്നത് അത്ര മിടുക്കോ ബുദ്ധിയോ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ദൈവത്തോട് അടുക്കാനുള്ള ഏക വഴി ബൈബിൾ ആണെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. വാസ്തവത്തിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും ബുദ്ധിപരമായ പ്രതികരണം ബൈബിളിനെ അതുപോലെ തന്നെ ദൈവവചനമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. വചനത്തിലുള്ള വിശ്വാസം നിങ്ങളുടെ അറിവിന് വലിയ വാതായനങ്ങൾ തുറക്കുവാൻ ഇടയായിത്തീരും. അതേ, സത്യത്തിൻ്റെ പുതിയ മേഖലകൾ നിങ്ങൾക്കായി തുറക്കപ്പെടും. വചനത്തിലുള്ള ലളിതമായ വിശ്വാസത്തിൽ കൂടി നിങ്ങളുടെ മുമ്പിൽ ജ്ഞാനത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുവാൻ കഴിയുമ്പോൾ ഈ മഹത്തായ അവസരം നിങ്ങൾ എന്തിനാണ് നിഷേധിക്കുന്നത്? യോഹന്നാൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു പ്രധാന വാക്ക് എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു. വചനം എന്ന വാക്കാണത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഈ ഭാഗത്തിലെ ഒരു പ്രത്യേക പദമാണ് ലോഗോസ് എന്ന ഗ്രീക്ക് പദമെന്ന് ചില എഴുത്തുകാർ പറയുന്നുണ്ട്. ബൈബിൾ പറയുന്നത് കേൾക്കാൻ തയ്യാറായാൽ അത് നമുക്ക് അറിവിൻ്റെ വലിയൊരു വാതിലാണ് തുറക്കുന്നത്. ലോഗോസ് എന്ന ഈ വാക്ക് അർത്ഥസമ്പുഷ്ടമാണ് പ്രിയരെ. അതിനാൽ എൻ്റെ സന്ദേശത്തിൻ്റെ പേര് ലോഗോസ് ആകുന്ന ദൈവം അഥവാ വചനം എന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഈ 5 വാക്യങ്ങളിൽ എഴുത്തുകാരൻ നമ്മെ കൂടുതൽ പൂർണ്ണമായ അറിവിലേക്ക് നയിക്കുന്നതിനായി വചനത്തെക്കുറിച്ചുള്ള 3 അടിസ്ഥാന സത്യങ്ങൾ നിരത്തുകയാണ്. തിരിച്ചറിവിലേക്കുള്ള 3 വലിയ വാതിലുകൾ ഇവിടെ നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നുണ്ട്. ആദ്യത്തെ സത്യം ഞാൻ പറയട്ടെ, വചനം ദൈവമാണ് പ്രിയരെ. ഇതൊരു അടിസ്ഥാന സത്യമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എഴുത്തുകാരൻ ഈ വാദത്തെ പിന്തുണയ്ക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, വചനം നിലവിലില്ലാതിരുന്ന ഒരു കാലവും ഉണ്ടായിരുന്നില്ല. ഇത് വചനം ശാശ്വതമാണെന്ന് ഊന്നിപ്പറയുകയാണ്. നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ നിത്യം എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്രഹിപ്പാൻ നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം മിനിറ്റുകൾ, മണിക്കൂറുകൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ എന്നിവയാൽ നമുക്കെല്ലാം സമയബന്ധിതമാണ്. എന്നാൽ വചനം ദൈവമാണ് പ്രിയരെ. കാരണം അവൻ ആദിയിൽ ഉണ്ടായിരുന്നു. ഇത് ഈ വാദത്തിൻ്റെ തെളിവാണ്. വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുത്തുകാരൻ തൻ്റെ വാദത്തെ കൂടുതൽ പിന്തുണയ്ക്കുന്നുണ്ട്. ലോഗോസ് ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്നു. അവൻ അവൻ്റെ സാന്നിധ്യത്തിലായിരുന്നു. അവൻ അവിടെ ദൈവവുമായി മുഖാമുഖമുണ്ടായിരുന്നു. പ്രിയ സ്നേഹിത, ഈ വാക്യത്തിൻ്റെ ഈ പ്രത്യേക വിവർത്തനത്തിൽ ഞാൻ നിർബന്ധം പിടിക്കുകയാണ്. കാരണം പുതിയ നിയമത്തിലെ ഗ്രീക്ക് ഭാഷയെക്കുറിച്ചുള്ള എൻ്റെ പഠനത്തിൽ
ഈ ഭാഗം വിവർത്തനം ചെയ്യുവാനുള്ള ശരിയായ മാർഗം വചനം ദൈവമായിരുന്നു എന്നതാണ് ഞാൻ കണ്ടെത്തിയത്. മറ്റു വേദഭാഗങ്ങളിലും സമാനമായ സത്യം നമുക്ക് കാണുവാൻ കഴിയും. അത് വ്യക്തവും ഉറപ്പുമുള്ളതാണ്. വചനം ദൈവമാണ് എന്നത് ഗ്രാഹ്യത്തിൻ്റെ ഈ വാതിലിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾ അംഗീകരിക്കേണ്ട ഒരു അടിസ്ഥാന നിർദ്ദേശമാണ്. അതേ പ്രിയരെ, വചനം ദൈവമാണ്. രണ്ടാമത്തെ സത്യം പറയട്ടെ, വചനം സൃഷ്ടാവാണ്. മൂന്നാം വാക്യം ശ്രദ്ധിക്കുക, സകലവും അവൻ മുഖാന്തരം ഉളവായി. ഭൗതിക ലോകത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ അത് ഉടനടി മാറ്റുകയാണ്. വചനം എന്ന് വിളിക്കപ്പെടുന്നവൻ എല്ലാറ്റിൻ്റെയും ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് പറയുന്നതിലേക്ക് ആ വാക്യം കുറച്ചുകൂടി മുമ്പോട്ട് പോകുന്നുണ്ട്. വചനം സൃഷ്ടാവാണെന്ന് ഈ വാക്യം അടിവരയിട്ട് സ്ഥാപിക്കുന്നു. ഉൽപ്പത്തി 1-ാം അധ്യായത്തിലേക്ക് തിരികെയാണെങ്കിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും എങ്ങനെ സൃഷ്ടിച്ചുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. സൃഷ്ടിയുടെ പൊതുവായതോ വിശദാംശങ്ങളോ ആകട്ടെ, അവനെല്ലാം സൃഷ്ടിച്ചു. അവനാൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. സൃഷ്ടാവെന്ന നിലയിൽ വചനം അവിടെ സജീവമായിരുന്നു. ഇവിടെ തിരുവെഴുത്ത് ഈ വാദത്തെ ഉറപ്പിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുകയാണ്. വചനം സൃഷ്ടാവാണ്. മൂന്നാമത്തെ സത്യം, വചനം വെളിപ്പെടുത്തുന്നവനാണ്. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന പ്രസ്താവനയിൽ കൂടി ഈ വസ്തുത സ്ഥാപിക്കപ്പെടുകയാണ്. പ്രിയരെ, മനുഷ്യരാശിയിൽ യുക്തിബോധം, ചിന്തിക്കാനുള്ള ശക്തി അത് വെളിച്ചമാണ്. നമ്മൾ പലപ്പോഴും അതിനെ യുക്തിയുടെ വെളിച്ചമെന്ന് വിളിക്കുന്നു. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് യുക്തിയുടെ വെളിച്ചം ലഭിക്കത്തക്ക വിധത്തിലാണ്. വചനമാകുന്ന അവനിൽ ജീവനുണ്ടായിരുന്നു. ഒരതിശക്തമായ ഇരുട്ടിനും ഒരിക്കലും ആ വെളിച്ചത്തെ കീഴടക്കാൻ കഴിയില്ല. ഇരുട്ടിന് അതിനെ മറികടക്കാൻ കഴിഞ്ഞില്ല. വെളിച്ചം കെടുത്താൻ ധാരാളം ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ അവൻ വെളിപ്പെടുത്തുന്നവനായതിനാൽ വെളിച്ചം ഇപ്പോഴും പ്രകാശിക്കുന്നു. വചനം വെളിവാക്കുന്നവനാണ് എന്നത് നമ്മുടെ മൂന്നാമത്തെ നിർദ്ദേശമാണ്. അത് നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഒരു വലിയ വാതിൽ തുറക്കുകയാണ്. പ്രിയരെ, ഈ 5 വാക്യങ്ങളിൽ ഈ 3 അടിസ്ഥാന നിർദ്ദേശങ്ങളിൽ കൂടി ലോഗോസ് ആരാണെന്ന് നാം വ്യക്തമായി ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേ സ്നേഹിത, അവൻ ദൈവമാണ്, അവൻ സൃഷ്ടാവാണ്, അവൻ വെളിപ്പെടുത്തുന്നവനാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, പരിശുദ്ധ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വാക്കുകൾക്കായി നന്ദി പറയുന്നു. വചനപ്രകാരം കേൾവിക്കാരായ ഏവരെയും അങ്ങയെ അറിയുവാനും അനുഗമിക്കുവാനും പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ.